അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് ഇന്ന് ഞാൻ സാക്ഷിയായി. അലനല്ലൂരിലെ സംസം ടൂർസ് ആൻഡ് ട്രാവൽസ് സംഘടിപ്പിച്ച ഹജ്ജ് ഉംറ പഠന ക്ലാസും പല സമയങ്ങളിലായി സംസം ട്രാവൽസിൻ്റെ കീഴിൽ യാത്രകൾ ചെയ്ത ആളുകളുടെ സംഗമവും ദുആ മജ്ലിസുമാണ് ഇന്ന് അലനല്ലൂർ SKR കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നത്. സംസം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ അമരക്കാരനായ ബഷീർ സാഹിബിൻ്റെ സംഘാടന മികവിൻ്റെയും ഇഖ്ലാസുറ്റ പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനം ഈ സംഗമത്തിൽ കാണാൻ കഴിഞ്ഞു. ഈ വർഷം ഗവൺമെൻറ്റിലോ സംസമിൻ്റെ കീഴിലോ ഹജ്ജിനും ഉംറക്കും പോകുന്നവർ, പല സമയങ്ങളിലായി സംസമിൻ്റെ വിവിധ യാത്രകളിൽ പങ്കെടുത്തവർ, സംസമിൻ്റെ പ്രധാനപ്പെട്ട അമീറുമാർ, സയ്യിദുമാർ മുതലായ മഹത്തുക്കൾ പങ്കെടുത്ത അതിവിശിഷ്ടമായ ഒരു സദസ്സായി ഈ സംഗമവേദി മാറി. സംസമിൻ്റെ കീഴിൽ ബഗ്ദാദ്, ജോർദാൻ, ഫലസ്തീൻ, ഈജിപ്ത് മുതലായ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അള്ളാഹു എനിക്ക് അവസരം തന്നിട്ടുണ്ട്. യാത്രയുടെ ഡയറക്ടറായ തെക്കൻ ബഷീർ സാഹിബിൻ്റെ വ്യക്തമായ ആസൂത്രണ പാടവം ഓരോ യാത്രകളിലും നമുക്ക് കാണാവുന്നതാണ്. യാത്രയിൽ ലക്ഷ്യമിട്ട ഓരോ സ്ഥലങ്ങളും കൃത്യമായ ടൈം ഷെഡ്യൂളോടുകൂടി സിയാറത്ത് ചെയ്ത് പൂർത്തീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്ത് അപാരമാണ്. ബഗ്ദാദ് സിയാറത്തിൽ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ ഞങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടുത്തെ ഖാദിമീങ്ങൾ ഞങ്ങളെ ബസ്സിൽ നിന്ന് സ്വീകരിക്കുകയും അവരുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തത് വർഷങ്ങളായി ബഷീർ സാഹിബിന് അവരോടുള്ള ആത്മബന്ധമാണ്. യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സംഘാടന മികവും പരിചയസമ്പത്തും നമുക്ക് നേരിട്ട് കാണാനാവും. അതുകൊണ്ട് തന്നെ ഈ സംഗമവേദിയിലേക്ക് അദ്ദേഹം ക്ഷണിച്ച മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. സംസം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കോർഡിനേറ്ററും അമീറുമായ ഷമീർ ഫൈസി കോട്ടോപ്പാടം നടത്തിയ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഷിഹാബ് കമാലി തയ്യോട്ടുചിറ സ്വാഗത ഭാഷണം നിർവഹിച്ചു. സംഗമവേദിയുടെ അധ്യക്ഷസ്ഥാനം വഹിച്ച ബഷീർ സാഹിബ് സംസം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ യാത്രകളുടെ പ്രത്യേകതകളെക്കുറിച്ചും ഈ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചു. ഇടയിലുള്ള സ്ഥലമാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച പവിത്രമായ ആ റൗള ശരീഫിൽ ചെന്നുകൊണ്ട് 2 റക്അത്തല്ല ഒരുപാട് റക്അത്തുകൾ നമസ്കരിക്കുക. ലോക ചരിത്രത്തിന്റെ, ഇസ്ലാമിക ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന വിശുദ്ധമായ മക്കയിലെയും മദീനയിലെയും ചരിത്ര നഗരങ്ങളും പുണ്യഭൂമികളും അറഫയും മിനയും മുസ്ദലിഫയും ജംറയും ജബലുൻ നൂറും ജബലുൽ സൗറും അതുപോലെ തന്നെ ജന്നത്തുൽ മുഅല്ലയും ജന്നത്തുൽ ബഖിയും ഉഹദും ഖന്ദഖും ഖുബാപള്ളിയും മസ്ജിദുൽ ഖിബ്ലത്തൈനും ഉൾപ്പെടെയുള്ള വിശുദ്ധമായ മക്കയിലെയും മദീനയിലെയും ചരിത്ര നഗരങ്ങളും പുണ്യഭൂമികളും ഒക്കെ കൺകുളിർക്കെ കാണുക, അതൊന്ന് കണ്ട് സന്തോഷത്തോടുകൂടി മടങ്ങുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ്, ഒരഭിലാഷമാണ്. ഹജ്ജ് ഉംറ പഠന ക്ലാസ്സിന് പുറമെ പല തവണകളിലായി സംസമിന്റെ കൂടെ യാത്ര ചെയ്ത സംസം ട്രാവൽസിന്റെ കുടുംബാംഗങ്ങളായ വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എന്നിവർക്ക് വേണ്ടിയുള്ള ദുആ, സംസം ട്രാവൽസ് നടത്തിവരുന്ന റിലീഫ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തുടങ്ങി തികച്ചും വ്യത്യസ്തമായ പരിപാടികളാണ് ഈ സദസ്സിൽ വെച്ച് നടന്നത്. സംസം ട്രാവൽസിൻ്റെ ചീഫ് അമീറും മഹാപണ്ഡിതനുമായ KC അബൂബക്കർ ദാരിമി ഈ മഹാസംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ചു. സംസമിൻ്റെ കൂടെ യാത്ര ചെയ്ത അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ഹൃദ്യമായി അവതരിപ്പിച്ചു. സാമ്പത്തികവും ശാരീരികവുമായ കഴിവുണ്ടായിട്ടും ഹജ്ജും ഉംറയും ചെയ്യാത്തവർക്ക് വ്യക്തമായ ഒരു താക്കീതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. അദ്ദേഹത്തിൻ്റെ കൂടെ ബഗ്ദാദ് യാത്രയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മഹാനായ ഓണംപള്ളി ഉസ്താദ് KC അബൂബക്കർ ദാരിമി പോലത്തെ മഹാന്മാരുടെ അനുഭവ സമ്പത്തും ഗഹനമായ ഇൽമും യാത്രയിൽ ഞങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളുകളെയും എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കൂടെ ഹജ്ജിന് വന്നിട്ടുണ്ട്. ഇതേ പ്രകാരം പട്ടാമ്പിയിലുള്ളൊരു കുഞ്ഞു മുഹമ്മദ് കാക്ക, അള്ളാഹു അദ്ദേഹം മരണപ്പെട്ടോന്ന് അറിയില്ല, മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബർസഖിയായിരിക്കുന്ന ലോകം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ സംഭവമൊക്കെ പറയുകയാണെങ്കിൽ ഇനി എനിക്കൊക്കെ എത്ര ആസ്തിയുണ്ട്, ഞാനൊക്കെ എന്തിനാ കാത്തിരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും പറഞ്ഞു പോകും. ബഹുമാനപ്പെട്ട കുഞ്ഞു മുഹമ്മദ് കാക്കാനെ ഞാൻ അടുത്ത് സംസാരിക്കുന്നത് മിനായിൽ വെച്ചുകൊണ്ടാണ്. ഹജ്ജിന് പോയി, അതേപ്രകാരം തന്നെ ഹജ്ജിന്റെ എല്ലാ അമാലുകളും തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മദീനയിൽ പോയി മദീനയിൽ നിന്ന് തിരിച്ചു വന്നു. ഇഹ്റാമിലായിക്കൊണ്ട് നമ്മള് മിനായിലേക്ക് ചെന്നു. മിനായിൽ കല്ലേറുകളൊക്കെ കഴിഞ്ഞ് കുറഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ മുടി കളഞ്ഞുകൊണ്ട് ഇഹ്റാം കഴിഞ്ഞുകൊണ്ട് തഹല്ലുൽ ഒന്ന് കഴിഞ്ഞുകൊണ്ട് എല്ലാവരും വസ്ത്രം മാറ്റിയ സമയത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞു മുഹമ്മദ് ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. ഞാൻ ചോദിച്ചു, കുഞ്ഞു മുഹമ്മദ് എന്തിനാ കരയണത്? കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു, എനിക്ക് ഇടാൻ ഷർട്ടില്ല. ഞാൻ പറഞ്ഞു, അതിനെന്തിനാ കരയണത്? എന്റെ ഷർട്ടുകൾ ഇട്ടാ പോരെ, അതിപ്പോ ഷൈപ്പൊന്നും നോക്കേണ്ടതില്ലേ, നല്ലൊരു ഷർട്ടായാ പോരെ. ഞാന് അവിടെ ചെല്ലുമ്പോ കന്തോറ എവിടെയെങ്കിലും ധരിക്കുക, പോകുന്ന സമയത്ത് ഇട്ടിരുന്ന ഒരു ഷർട്ട്, അന്ന് ഞാൻ ഈ ചുരുക്കല്ലേ ഷർട്ടാണത്, നല്ലൊരു ഷർട്ടിന്റെ അടുത്തുണ്ടായിരുന്നു. കുഞ്ഞുമാക്കാക്ക് കൊടുത്തു. ആ ഷർട്ട് കുഞ്ഞുമാക്ക ധരിച്ചു. മൂപ്പർക്ക് വളരെ റാഹത്താണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബ പാശ്ചാത്തലങ്ങൾ ചോദിച്ചു. ബഹുമാനപ്പെട്ട കുഞ്ഞുമാക്ക എന്നോട് പറഞ്ഞു, ഞാൻ ഉസ്താദെ ഒരു ധൈര്യത്തിന് ഇങ്ങോട്ട് പോകുന്നതാണ്. എന്റെ ഭാര്യക്ക് നിങ്ങളെല്ലാരും ചായ കുടിച്ചോടുന്നാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പെട്ടെന്ന് നിർത്തും. ബഹുമാനപ്പെട്ട കുഞ്ഞുമാക്ക പറഞ്ഞു, എന്റെ ഭാര്യക്ക് അനന്തരാവകാശമായി ഒരു 5 സെന്റ് 6 സെന്റ് സ്ഥലം കിട്ടി. അത് വിറ്റിട്ട് ഞാൻ ഹജ്ജിന് പോകട്ടെ എന്ന് എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെ ചെയ്യാം. നിന്റെ 5 സെന്റ് 6 സെന്റ് സ്ഥലം വിറ്റിട്ട് നീ ഹജ്ജിന് പോയിക്കോ. ഭാര്യയുടെ ആ ഹജ്ജിന് പോകാനുള്ള താല്പര്യം ഒന്നുമില്ല. അനന്തരാവകാശമായി കിട്ടിയ 6 സെന്റ് വിറ്റിട്ട് ഹജ്ജിന് പോരാൻ വേണ്ടി പിന്നെ പാസ്പോർട്ട്, അങ്ങനെ പാസ്പോർട്ട് തന്നു. ദിവസങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞമ്മാക്കാന്റെ മനസ്സിങ്ങനെ വേദനിക്കുകയാണ്. എന്റെ ഭാര്യ ഹജ്ജിന് പോവാണ്, പക്ഷെ ഞാൻ ഹജ്ജിന് പോണില്ല, എനിക്കൊന്നുമില്ല. അടുത്ത ദിവസമായപ്പോ ഒരു പ്രാവശ്യം കുഞ്ഞമ്മാക്ക ഭാര്യയുമായി കൊണ്ട് കൂടി സംസാരിച്ചു. നിനക്ക് അനന്തരാവകാശം കിട്ടിയ 6 സെന്റ് കൊണ്ട് നീ ഹജ്ജിന് പോവാണ്. നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ഈ വീടുണ്ടല്ലോ, ഈ വീട് 5 സെന്റാണ്, ചെറിയൊരു വീടും. ഇത് വിറ്റിട്ട് ഞാനും നിന്റെ കൂടെ അങ്ങോട്ട് ഹജ്ജിന് പോകാനോ? ഭർത്താവിന് ഹജ്ജിനോടുള്ള താല്പര്യം. എനിക്ക് ആകെ 5 സെന്റാണ്, നിനക്കും എനിക്കും കൂടെ. എന്റേതാണ് 5 സെന്റ്. പക്ഷെ ഞാൻ മരണപ്പെട്ടാൽ അതിന്റെ ഒരു വിഹിതം നിനക്ക് കിട്ടും. നിനക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്റെ മരണശേഷം. നിന്റെ 6 സെന്റ് കൊണ്ട് നീ ഹജ്ജിന് പോകുമ്പോ എന്റെ 5 സെന്റ് കൊണ്ട് ഞാനും ഹജ്ജിന് പോന്നാലോ? ഭാര്യ പറഞ്ഞു, ഇതിനെന്താ കുഴപ്പം? നിങ്ങളത് വിറ്റിട്ട് ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടെ പോയിക്കൂടെ? അതിന് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദാക്ക വേഗം സ്ഥലത്തിന് ആളന്വേഷിച്ചു. വലിയ വിലയൊന്നും കാണാനുള്ള ടൈമൊന്നും ഇനി മുന്നിലില്ല. എനിക്ക് ഹജ്ജിന് പോയി വരാനുള്ള സംഖ്യ കിട്ടുമെന്ന് കണ്ടപ്പോ വീട് വിറ്റു. കുഞ്ഞമ്മദാക്ക ഹജ്ജിന് പോന്നു. ഹജ്ജിന് പോന്ന് ബഹുമാനപ്പെട്ടവരോട് ഞാൻ ചോദിച്ചു. മിനയിൽ നിന്നാണ് ചോദിക്കാൻ. ഇതുവരെയും കുഞ്ഞമ്മദാക്കാന്റെ കുടുംബ പശ്ചാത്തലം എനിക്ക് ചോദിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിയിട്ടില്ല. കാരണം എല്ലാവരും വിവാദത്തിലല്ലേ. ഹജ്ജിന് വേണ്ടി പോയാൽ, പ്രത്യേകിച്ച് ഹജ്ജ് എന്ന് പറയുമ്പോ ഫുൾ ടൈം അതിലായിക്കൊണ്ട് നമ്മളാണ് മുഴുകുകയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദാക്ക പറഞ്ഞു, ഞാൻ എന്റെ 5 സെന്റും എന്റെ ഭാര്യ അവളുടെ അനന്തരാവകാശത്തിന്റെ 6 സെന്റും വിറ്റിട്ട് ഹജ്ജിന് പോകുന്നതാണ്. ഞാൻ ചോദിച്ചു, കുഞ്ഞഹമ്മദാക്ക ഇനി ഹജ്ജ് കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടാണ് തിരിച്ചു പോവുക? കുഞ്ഞഹമ്മദാക്ക പറഞ്ഞു, എനിക്ക് 3 പെൺമക്കളുണ്ട്. ഞാൻ എന്റെ 3 പെൺമക്കളോടും ചോദിച്ചിട്ടുണ്ട്, ഞാനും നിങ്ങളുടെ ഉമ്മയും ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ഒരാഴ്ച മോളെ നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കും, മോളെ ഒരാഴ്ച ഞാൻ നിന്റെ വീട്ടിലും താമസിക്കും, മോളെ ഒരാഴ്ച ഞാൻ നിന്റെ വീട്ടിലും താമസിക്കും. അങ്ങനെ ഓരോ ആഴ്ചകളും ഞങ്ങളെ മരണപ്പെടുന്നത് വരെ നിങ്ങൾ 3 പെൺമക്കളും നിങ്ങളുടെ ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിച്ചിട്ട് എന്റെ 3 മക്കളും എനിക്ക് സമ്മതം തന്നിട്ടാണ് ഞാൻ എന്റെ 5 സെന്റ് വിറ്റിട്ടുള്ളത് ഉസ്താദേ. അതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ പോയി ഇറങ്ങുമ്പോ എന്റെ 3 മക്കളും വരുമ്പോ ഒരു മകൾ എന്റെ ലഗേജ് എടുത്തുകൊണ്ട് എന്നെയും എന്റെ ഭാര്യയെയും അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എനിക്കെന്താ പേടി? ഇനി അന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു 65 വയസ്സോളം ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ എത്ര കാലം എന്റെ മക്കൾ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരിക എന്ന് പറഞ്ഞിട്ട് ഹജ്ജിന് പോയി. അള്ളാഹു കൊടുത്ത തൗഫീഖ് ഒന്നുമില്ല, ഇരിക്കാൻ പെര പോലുമില്ലാതെ ഹജ്ജിന് പോയതായിരിക്കുന്ന കുഞ്ഞഹമ്മദാക്ക. സംസം ട്രാവൽസിന്റെ കീഴിലുള്ള റിലീഫ് വിതരണമാണ് പിന്നീട് നടന്നത്.
മണ്ണാർക്കാടിൻ്റെ പ്രിയപ്പെട്ട MLA ഷംസുദ്ദീൻ സാഹിബാണ് ഈ മഹത്തായ കർമ്മത്തിന് നേതൃത്വം നൽകിയത്. AC അബൂബക്കർ ദാരിമി ജനറൽ സെക്രട്ടറിയായ അട്ടപ്പാടിയിലെ ഷംസുലുലമ യജൂസോൺ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലേക്കുള്ള റിലീഫിൻ്റെ ആദ്യ ഗഡു ഈ പരിശുദ്ധ വേദിയിൽ വെച്ച് ഷംസുദ്ദീൻ സാഹിബ് KC അബൂബക്കർ ദാരിമിക്ക് കൈമാറി. പിന്നീട് ബഷീർ സാഹിബിൻ്റെ മഹലിലേക്കുള്ള റിലീഫിൻ്റെ കിറ്റ് വിതരണമാണ് നടന്നത്. കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം KC അബൂബക്കർ ദാരിമി, മഹല്ല് പ്രസിഡൻ്റായ ആലായൻ സൈനുദ്ദീൻ ഹാജി എന്നിവർക്ക് നൽകി നിർവഹിച്ചു. തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരംശം റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സംസം ബഷീർ സാഹിബിൻ്റെ നല്ല മനസ്സിന് അള്ളാഹു വ്യക്തമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രഗത്ഭ പണ്ഡിതൻ ഹബീബ് ഫൈസി കോട്ടോപ്പാടം ഈ കൂട്ടായ്മക്ക് ആശംസകൾ നേർന്നു സംസാരിച്ചു. നർമ്മരസം കലർന്ന തൻ്റെ സരളമായ ഭാഷയിൽ ഹജ്ജ്, ഉംറ എന്നിവയ്ക്കുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായി വിശദീകരിച്ചു. ക്ലാസ്സിൽ നമ്മൾ വരും, വന്ന് നമ്മൾ ഈ ചായയൊക്കെ കുടിക്കും. സ്വാഭാവികമായും ചായ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതോടുകൂടി ശരീരത്തിൽ നിർജ്ജലീകരണത്തിന്റെ ഒരു പ്രോസസ്സ് നടക്കും, മൂത്രമൊഴിക്കാൻ മുട്ടും. അപ്പൊ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് കേൾക്കാൻ കഴിയില്ല. ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനം. അങ്ങനെ തവാഫും സയ്യൊക്കെ കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ അനുഭവം. നമ്മളെ കൂടെ യാത്ര ചെയ്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ക്ഷീണിച്ചിട്ട് പറയും, പണ്ടാറക്കിട്ട് എന്റെ മകൻ ഉണ്ടാക്കി തീർത്ത ഇടങ്ങാറാണത്, ഇത് പോകാനിട്ടില്ല എന്ന് പറയും. അങ്ങനെ പറയാനുണ്ട്, അങ്ങനെയൊക്കെ പറയാനുണ്ട്. ഞാൻ വരുന്നത് എനിക്ക് അനുഭവം ഉണ്ടായിരിക്കും അങ്ങനെ പറയും. അതാണ് ആ 7 ലക്ഷം ആ സഭാമറവിലും പോകും. സംസം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കൂടെ നിരവധി തവണ യാത്ര ചെയ്ത വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ് പിന്നീട് നടന്നത്. ഹനീഫ മാസ്റ്റർ തച്ചനാട്ടുകര, കുഞ്ഞിമമ്മു ഹാജി കോലോത്തൊടി, അബ്ദുൽ കരീം ഹാജി അമ്മിനിക്കാട്, അബ്ദുൽ നാസർ പുളിക്കൽ ശങ്കരമംഗലം, ആരിഫ് തുവശ്ശേരി, ഉമ്മർ കീടത്ത് എന്നിവർക്കാണ് സംസമിൻ്റെ സ്നേഹാദരം കൈമാറിയത്. സംസമിൻ്റെ കൂടെ പല സന്ദർഭങ്ങളിലായി യാത്ര ചെയ്യുകയും ആ യാത്രകളുടെ വിവരണം തയ്യാറാക്കി സംസം കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്തതിന് ഈ വിനീതനും ഒരു ആദരം അദ്ദേഹം നൽകുകയുണ്ടായി. ഞാൻ നടത്തിയ എല്ലാ യാത്രകളുടെയും വിവരണം ഹനീഫ മാസ്റ്റർ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അള്ളാഹുവിന് നന്ദി പറയുന്നതോടൊപ്പം ഇതിന് മനസ്സ് കാണിച്ച സംസം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ അമരക്കാരനായ ബഷീർ സാഹിബിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഹിദായത്തും നൽകുമാറാവട്ടെ. ഈ സ്ഥാപനങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ കുടക്കാട് സയ്യിദ് ഇമ്പിച്ച് കോയ തങ്ങളുടെ സാരോപദേശവും അതിനുശേഷമുള്ള ഭക്തിനിർഭരമായ ദുആ മജ്ലിസുമാണ് പിന്നീട് നടന്നത്. മഹാനവറുകളുടെ എല്ലാ ദീനീ സേവനങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد في العالمين إنك حميد مجيد. اللهم بارك لنا في جمعنا هذا بركة طعما. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للقيام والصيام وتلاوة القرآن وسائر الخيرات آناء الليل وأطراف النهار يا رب العالمين. أرحم الراحمين يا رب ഞങ്ങൾ സംഘപതി സ്വാലിഹമലായി സ്വീകരിക്കണേ അമ്മ. വിളിച്ചവനെ അമ്മർക്ക് കരുതിയവർ ഹജ്ജിന് കരുതിയവർക്ക് നിനക്കറിയാലോ. എല്ലാം നീ റാഹത്തിലാക്കണം റഹ്മാന. ആഫിയത്തോടെ ആരോഗ്യത്തോടെ തഖ്വയോടെ അമലുകൾ ചെയ്യാനുള്ള ഭാഗ്യം നീ നൽകണേ അമ്മ. പോയവർക്ക് ഇനിയും പോകാനുള്ള അവസരം നൽകണേ റഹ്മാനെ. അതിനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. അതിനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ ഒരുപാട് ഹജ്ജിമാർ ഈ റംസാനിന്റെ കൂടെ ഹജ്ജിന്റെ പോത് അവസാനിപ്പോ കബറിൽ ജീവിക്കുന്നവരുമുണ്ട്. എല്ലാവരുടെയും ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഷമീർ ഫൈസി കോട്ടോപ്പാടത്തിൻ്റെ ആമുഖ ഭാഷണത്തിനു ശേഷം അമീർമാരായ നിസാമുദ്ദീൻ ഫൈസി പുല്ലശ്ശേരി, സുബൈർ ഫൈസി ചമ്മലശ്ശേരി എന്നിവർ ഹജ്ജ് ഉംറ പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി. റഫീഖ് ഫൈസി പുല്ലശ്ശേരിയുടെ ഹജ്ജ് ഉംറ എന്നിവയ്ക്കുള്ള മുന്നൊരുക്കത്തെ സംബന്ധിച്ച വളരെ വിശദമായ ഒരു പഠന ക്ലാസ് നടക്കുകയുണ്ടായി. നിസാമുദ്ദീൻ ഫൈസി പുല്ലശ്ശേരിയുടെ സാരോപദേശവും ഭക്തിനിർഭരമായ ദുആയും നടന്നു. പിന്നീട് സംസമിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് അല്പസമയം സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. കുറഞ്ഞ മിനിറ്റുകളിൽ അല്പം കാര്യങ്ങൾ ഈ വിനീതൻ സംസാരിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വിഭവസമൃദ്ധമായ സദ്യ ബഷീർ സാഹിബ് ഒരുക്കിയിരുന്നു.
ഈ സദ്യ കഴിക്കുന്നതോടൊപ്പം വിവിധ സമയങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ പരിചയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ വീണ്ടും കണ്ടുമുട്ടുവാനും വിശേഷങ്ങൾ പങ്കുവെക്കുവാനുമുള്ള ഒരു വേദിയായി കൂടി മഹാസംഗമം മാറി. രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി പോലും പാപമോചനത്തിന് കാരണമാകുമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടന്ന ഈ മഹാസംഗമം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെട്ട റാഹത്തിൻ്റെയും റഹ്മത്തിൻ്റെയും വേദിയായി മാറിയതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.